സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന് സമീപകാലത്ത് അത്ര നല്ല സമയമല്ല. ലാലിഗയിൽ അവസാന മത്സരത്തിൽ അത്ലറ്റിക്കോ ക്ലബിനോട് റയൽ തോറ്റു. പ്രധാന എതിരാളികളായ ബാഴ്സലോണയുമായുള്ള പോയിന്റ് വ്യത്യാസം കുറയ്ക്കാനുള്ള സുവർണാവസരമാണ് റയൽ കളഞ്ഞു കുളിച്ചത്. സീസൺ ഗംഭീരമായി തുടങ്ങിയ യൂറോപ്യൻ ചാമ്പ്യന്മാർക്ക് രണ്ടാം പകുതിയിൽ കഷ്ടകാലമാണ്. PSG നിന്ന് ഈ സീസണിൽ ടീമിലെത്തിയ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ കാര്യം അതിലും കഷ്ടത്തിലാണ്. നിലവിൽ കളിക്കുന്നവരിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടും റയൽ മാഡ്രിഡിൽ സ്വന്തം ഫോമിന്റെ നിഴലിൽ മാത്രമാണ് എംബാപ്പെ. അത്ലറ്റിക്കിനെതിരായുള്ള മത്സരത്തിൽ നിർണായകമായ പെനാൽറ്റി എംബാപ്പെ നഷ്ടപ്പെടുത്തിയിരുന്നു. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് എംബാപ്പെ പെനാൽറ്റി നഷ്ടപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ലിവർപൂളിനെതിരായ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലും എംബാപ്പെ പെനാൽറ്റി വഴക്കിയിരുന്നു. രണ്ടാമത്തെ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിന് ഒരുപാട് വിമർശനങ്ങൾ സൂപ്പർ താരത്തെ തേടിയെത്തിയിരുന്നു. ഇതിനെല്ലാം മറുപടി നൽകിയിരിക്കുകയാണ് എംബാപ്പെ. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നതായും മോശം സമയത്തിൽ നിന്നും കരകയറി താൻ ആരാണെന്ന് കാണിച്ചു തരുമെന്നും എംബാപ്പെ പറഞ്ഞു. മത്സരം വിചാരിച്ച പോലെ വന്നില്ല. എന്റെ ഭാഗത്തു നിന്ന് വലിയ തെറ്റാണ് സംഭവിച്ചത്. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്കിത് മോശം സമയമാണെന്നറിയാം. എന്നാൽ അതിനെ മറികടന്ന് ഞാൻ ആരാണെന്ന് വീണ്ടും കാണിക്കാനുള്ള സമയമാണിതെന്നും എംബാപ്പെ പറഞ്ഞു. നിലവിൽ ലാലിഗയിൽ 15 മത്സരത്തിൽ നിന്നും 33 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്. 37 പോയിന്റുള്ള ബാഴ്സലോണയാണ് ഒന്നാം സ്ഥാനത്ത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.